So today we will discuss another property of inverse Laplace transform, that is division by S. So the statement is, if inverse Laplace transform of f bar s is equal to f of t, then inverse Laplace transform of 1 by s into f bar s is equal to integral 0 to t f of t dt. Another property of inverse Laplace transform. That is, if you know the inverse Laplace transform f of t of f bar s, then immediately we can find the inverse Laplace transform of f bar s divided by s just by integrating f of t with respect to t within the limits from 0 to t. മറ്റൊരു രീതി പറഞ്ഞാൽ എഫ് ബാർ എസിന്റെ ഇൻവേഴ്സ് ഏതാണ് എന്ന് നമുക്കറിയാമെങ്കിൽ എഫ് ബാർ എസ് ഡിവൈഡഡ് ബൈ എസ് അല്ലെങ്കിൽ 1 ബൈ എസ് ഇൻറ്റു എഫ് ബാർ എസിന്റെ ഇൻവേഴ്സ് കാണണമെങ്കിൽ ഈ എഫ് ബാർ എസിന്റെ ഇൻവേഴ്സിനെ, അതായത് എഫ് ഓഫ് ടിയെ ഒരു പ്രാവശ്യം ടി കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഫ്രം 0 ടു ടി. ഇത് ഒന്നുകൂടെ ജനറലൈസ് ചെയ്യാവുന്നതാണ്. 1 ബൈ എസ് സ്ക്വയർ ഇൻറ്റു എഫ് ബാർ എസ് എന്നാണെങ്കിൽ, ഡിവിഷൻ ബൈ എസ് സ്ക്വയർ എന്നാണെങ്കിൽ രണ്ട് പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 ടു ടി, അഗൈൻ ഇന്റഗ്രൽ 0 ടു ടി, എഫ് ഓഫ് ടി dt dt. ഡിവിഷൻ ബൈ എസ് സ്ക്വയർ 1 ബൈ എസ് സ്ക്വയർ ഇൻറ്റു എഫ് ബാർ എസ് എന്നാണെങ്കിൽ എഫ് ബാർ എസിന്റെ ഇൻവേഴ്സിനെ, അതായത് എഫ് ഓഫ് ടിയെ രണ്ട് പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുക. 1 ബൈ എസ് ക്യൂബ് ഇൻറ്റു എഫ് ബാർ എസ് എന്നാണെങ്കിൽ ഈ റിസൾട്ട് ഉപയോഗിച്ച് പറയാം എഫ് ഓഫ് ടിയെ 3 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് രണ്ട് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് 1 by s into s square plus a square. We will find the inverse of 1 by s into s square plus a square. ആദ്യമേ തന്നെ ഈ ക്വസ്റ്റിനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. This is equal to L inverse of 1 by s into 1 by s square plus a square. തന്നിരിക്കുന്ന ഇന്റഗ്രന്റിനെ, തന്നിരിക്കുന്ന ക്വസ്റ്റിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതി. 1 by s into s square plus a square എന്നുള്ളതിനെ 1 by s into within bracket 1 by s square plus a square. Now this is of the form L inverse of 1 by s into f bar s. ഈ ക്വസ്റ്റിനെ 1 by s into f bar s എന്ന ഫോമിലേക്ക് മാറ്റി എഴുതാൻ നമുക്ക് സാധിക്കുന്നു. Where f bar s is equal to, ഇവിടെ f bar s എന്താണ്? ഈ ബ്രാക്കറ്റിലുള്ള ടേംസിന് പകരമായിട്ടാണ് നമ്മൾ f bar s എഴുതിയിരിക്കുക. So f bar s is 1 divided by s square plus a square. F bar s is equal to 1 by s square plus a square എന്നാണെങ്കിൽ what is the inverse? What is inverse of f bar s? നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. 1 divided by s square plus a square എന്നുള്ളതിന്റെ ഇൻവേഴ്സ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട്, ബേസിക് റിസൾട്ട് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 by a into sin 80. sin 80 യുടെ ട്രാൻസ്ഫോമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുക. So 1 by s square plus a square ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 by a sin 80 ആണ്. ഇതാണ് നമ്മുടെ f of t. f of t is equal to, that is f of t is equal to 1 by a into sin 80. ഇനി നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിക്കാം. ഡിവിഷൻ ബൈ എസ് എന്ന റിസൾട്ട് ആണ് ഉപയോഗിക്കാം. L inverse of 1 by s into f bar s is equal to integral 0 to t f of t. f of t എന്ന് പറയുന്നത് f bar s ന്റെ ഇൻവേഴ്സ് ആണ്, dt ആണ്. So this is equal to integral 0 to t f bar s ന്റെ ഇൻവേഴ്സ്, f bar s ന്റെ ഇൻവേഴ്സ് f of t നമുക്ക് കിട്ടിയിട്ടുണ്ട്. That is 1 by a into result f of t into dt, which is equal to integral 0 to t into f of t is 1 by a into sin 80 dt. ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക. This is equal to 1 by a into integral of sin 80 is minus cos 80 divided by a within the limits from 0 to t, which is equal to, take minus outside, then simplifying upper limit, replace t by t itself. This is cos a into t, upper limit is cos 80 minus lower limit, put t is equal to 0, the lower limit, you will get cos a into 0, that is cos 0, cos 0 is 1, so which is equal to 1 minus cos 80 the whole divided by a square. That is the answer. മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Find the inverse of 1 by s raised to 4 minus s square.
Find the inverse of 1 divided by s raised to 4 minus s square. ആദ്യമേ തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ റീറൈറ്റ് ചെയ്യുകയാണ്. This is equal to L inverse of 1 divided by, we can take common factors from the denominator. S raised to 4 minus s square. S raised to 4 s square common term ആയിട്ട് നമുക്ക് s square എടുക്കാം. So s square into within the brackets s square minus 1. So this is equal to L inverse of 1 by s square into 1 by s square minus 1. നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. 1 by s square into 1 by s square minus 1. Now this is of the form L inverse of 1 by s square into f bar s. ഡിവിഷൻ ബൈ s square ആണ്. ഡിവിഷൻ ബൈ s square ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ കാണാൻ 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ this is equal to L inverse of 1 by s square into f bar s എന്ന രീതിയിൽ ഇതിനെ മാറ്റി എഴുതാം. Where f bar s is equal to 1 divided by s square minus 1. ഈ ടേമിനെയാണ് നമ്മൾ f bar s എന്ന് വിളിക്കുക. 1 by s square minus 1. f bar s is equal to 1 by s square minus 1 ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് f of t എന്തായിരിക്കും? f of t is equal to L inverse of f bar s, which is equal to L inverse of 1 by s square minus 1, which is equal to, what is inverse of s square minus 1? നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. L inverse of 1 divided by s square minus s square is equal to 1 by a sin h 18 ആണ്. ഇവിടെ എക്ക് പകരം 1 ആണ് നമുക്ക് വേണ്ടത്. 1 by a 1 divided by s square minus 1 square. എക്ക് പകരം 1 ആണ് കൊടുക്കേണ്ടത്. So this is 1 by s square minus 1 square. Its inverse is equal to 1 by 1 into sin h 1t. So the inverse of 1 by s square minus 1 is 1 by 1 into sin h 1t. So that is f of t. Now this is equal to, we can apply this result. 1 by s square into f bar s is equal to double integral f of t dt within the limits from 0 to t. So 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുക. Integral 0 to t, integral 0 to t, f of t is sin h t dt, again dt. So which is equal to integral 0 to t. What is integral of sin h t? Integral of sin h t നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. Integral of sin h t dt is equal to cos h t എന്നാണ്. അതുകൊണ്ടാണ് integral of cos h t എന്ന് പറയുന്നത് പ്ലസ് sin h t ആണ്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ടാണ് h എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചിരിക്കുക. sin h t, hyperbolic sine function. Its integral is cos h t. Similarly, integral of cos h t is equal to sin h t plus sin h t ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് sin h t ഇന്റഗ്രേറ്റ് ചെയ്യണം. Integral of sin h t is cos h t. So cos h t within the limits from 0 to t then dt. 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്നർ ഇന്റഗ്രലിന്റെ വാല്യൂ നമ്മൾ എഴുതി. So this is equal to integral 0 to t. Now apply the upper and lower limits. Upper limit is cos h t. t ക്ക് പകരം t തന്നെ കൊടുക്കുക. Minus lower limit, replace t by 0. You will get cos h 0 into dt, which is equal to, എന്താണ് cos h 0യുടെ വാല്യൂ? cos h 0യുടെ വാല്യൂ എന്ന് നോക്കാം. ഹൈപ്പർബോളിക് കൊസൈൻ ആൻഡ് സൈൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഉപയോഗിക്കുക. cos h t യുടെ ഡെഫിനിഷൻ അനുസരിച്ചുള്ള വാല്യൂ e raised to t plus e raised to minus t divided by 2 എന്നാണ്. അങ്ങനെയാണ് ഈ cos h 0യുടെ വാല്യൂ എന്തായിരിക്കും? ജസ്റ്റ് റീപ്ലേസ് t by 0. t ക്ക് വരെ 0 കൊടുക്കുക. You will get e raised to 0 plus e raised to minus 0 divided by 2, which is equal to, we know that e raised to 0 is 1 plus e raised to minus 0 is also 1 divided by 2, which is equal to 1. Similarly, what is the value of sin h t? Hyperbolic sine function definition ആണ്. This is e raised to t minus e raised to minus t divided by 2. So replace t by 0. You will get the value of sin h 0. Sin h 0 is e raised to 0 minus e raised to minus 0 divided by 2, which is equal to, we know that e raised to 0 is 1 minus e raised to minus 0, that is also 1 divided by 2, that is 0. So the value of cos h 0 is 1 and the value of sin h 0 is 0. So we can replace this value in integral 0 to t, cos h t minus cos h 0. Cos h 0 is 1 dt, which is equal to, ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി.
So this is equal to integral of cos ht is sin ht minus integral of 1 with respect to t, that is t within the limits from 0 to t, which is equal to, now apply the lower and upper limits, that is sin ht minus t ക്ക് പകരം t തന്നെ കൊടുക്കുക, minus lower limit, replace t by 0, sin h0 minus 0, which is equal to sin ht minus t minus sin h0 value 0, 0 minus 0. That is the answer. So final answer is sin ht minus t. So next concept, inverse Laplace transform of logarithmic functions, cot inverse functions and tan inverse functions. Logarithmic function ഉപയോഗിച്ചുള്ള പ്രോബ്ലം ആണ് ചെയ്യുക, അല്ലെങ്കിൽ കോട്ട് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്ന ഒരു ടെക്നിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുക. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടാൻ ഇൻവേഴ്സ് 2/s. Find the inverse Laplace transform of tan inverse 2/s. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഉള്ളത് ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ, ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷനോ കോട്ട് ഇൻവേഴ്സ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ലോഗരിതമിക് ഫംഗ്ഷനോ ഒക്കെ വരികയാണെങ്കിൽ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഒറ്റയടിക്ക് നമുക്കൊരു ബേസിക് റിസൾട്ടും ഇവിടെ ഉപയോഗിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക. നമുക്കറിയാം ഏത് ഫംഗ്ഷന്റെയും ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. So we will assume that the inverse Laplace transform of tan inverse of 2/s is equal to any function of t. So for example, for the time being, we assume that the answer is f of t. ഈ f of t എന്ന ഇതിന്റെ ആൻസർ നമ്മൾ എഴുതുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് f of t യുടെ വാല്യൂ കണ്ടുപിടിക്കുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ f of t യുടെ വാല്യൂ കണ്ടുപിടിക്കുക. L inverse of tan, inverse Laplace transform of tan inverse 2/s ന്റെ വാല്യൂ ആണ് f of t എങ്കിൽ what is the transform of f of t? രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. സോ L ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് L ഇൻവേഴ്സ് ഓഫ് tan ഇൻവേഴ്സ് ഓഫ് 2/s is equal to ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t. രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ നോക്കിയേ, ലാപ്ലേസ് ട്രാൻസ്ഫോമും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും സൈമൾട്ടേനിയസ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ലാപ്ലേസ് ട്രാൻസ്ഫോമും അതിന്റെ ഇൻവേഴ്സും കൂടെ സൈമൾട്ടേനിയസ് ആയിട്ട് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് ഒന്നും നടത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. So therefore, after simplification, we can cancel L and L inverse. You will get tan inverse 2/s is equal to Laplace transform of f of t. Laplace transform f of t is equal to tan inverse 2/s. f of t യുടെ ട്രാൻസ്ഫോം tan inverse 2/s എന്നാണ് അറിയാം. ഇനി നമുക്ക് മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി എന്നുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം എഫ് ബാർ എസ് എന്ന് അറിയാമെങ്കിൽ ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഈ എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോമിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എസ്, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നുകൂടെ പറയാം, എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം എന്താണ് എന്ന് അറിയാമെങ്കിൽ ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോമിനെ ഒരു പ്രാവശ്യം എസ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു പ്രോപ്പർട്ടി നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. സോ വാട്ട് ഈസ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി? എന്ത് ചെയ്താൽ മതി? ആ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം എന്താണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം എഴുതാൻ എന്ത് ചെയ്താൽ മതി? -1 ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി. ഇതാണ് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി, which is equal to -1 into d by ds of, what is the value of Laplace transform f of t? നമുക്കറിയാം Laplace transform f of t is tan inverse 2/s, which is equal to that is Laplace transform of t into f of t is equal to -1 into, now differentiate tan inverse 2/s with respect to s. Tan inverse 2/s നെ s കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമുക്കൊരു പ്രോപ്പർട്ടി അറിയാം, റിസൾട്ട് അറിയാം. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് tan inverse x? tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് x സ്ക്വയർ എന്നുള്ളതാണ് tan inverse x ന്റെ ഡെറിവേറ്റീവ്.
അങ്ങനെയാണെങ്കിൽ tan ഇൻവേഴ്സ് 2/s ഡെറിവേറ്റീവ് ചെയിൻ റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. ആദ്യമേ നമ്മൾ tan ഇൻവേഴ്സ് 2/s ഡെറിവേറ്റീവ് എഴുതാൻ പോവുകയാണ്. Is equal to -1 into tan inverse ഡെറിവേറ്റീവ് 1 divided by 1 plus വേരിയബിളിന്റെ സ്ക്വയർ ആണ്. Here the variable is 2/s the whole square into tan inverse ഡെറിവേറ്റീവ് ആയിട്ടുള്ളൂ. tan inverse ഡെറിവേറ്റീവ് 1 divided by 1 plus വേരിയബിളിന്റെ സ്ക്വയർ into ഒരു മൾട്ടിപ്ലയർ ഉണ്ട്. മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഈ 2/s ഡെറിവേറ്റീവ് ആണ്. into derivative of 2/s. What is the derivative of 2/s? 2/s ഡെറിവേറ്റീവ് എന്താണ്? That is 2 into derivative of 1/s, which is equal to 2 into, we know that the derivative of 1/s is minus 1/s square. So multiplier is minus 2/s square. ചെയ്ത റിസൾട്ടുകൾ നോക്കുക, സ്റ്റെപ്പുകൾ നോക്കുക. -1 into derivative of tan inverse 2/s, which is equal to -1 into tan inverse ഡെറിവേറ്റീവ് ആണ് ഈ സ്ക്വയർ ബോക്സിൽ എഴുതിയിരിക്കുന്നത്. മൾട്ടിപ്ലയർ ആയിട്ടുള്ളത് ഓപ്പൺ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ടേമിന്റെ ഡെറിവേറ്റീവ് 2/s ഡെറിവേറ്റീവ് minus 2/s square. So which is equal to, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, -1 into -1 into 1 divided by 1 plus, this is 2/s the whole square, that is 4/s square into minus 2/s square. Taking LCM and simplifying, you will get -1 into s square divided by s square plus 4 into minus 2/s square. സിംപ്ലിഫൈ ചെയ്യുക. ഒരു s സ്ക്വയറും ഒരു 1/s സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. മൈനസും കൂടെ ക്യാൻസൽ ചെയ്യാം. ഫൈനൽ ആൻസർ 2 divided by s square plus 4 എന്നാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്തിനാണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t into f of t യുടെ ആൻസർ ആണ് 2 divided by s square plus 4. Now taking inverse Laplace transforms on both sides, you will get t into f of t is equal to L inverse of 2 divided by s square plus 4. രണ്ട് സൈഡിലും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. You will get, what is inverse of 2 divided by s square plus 4? That is 2 into L inverse of 1/s square plus 4, which is equal to 2 into, use standard result. സ്റ്റാൻഡേർഡ് റിസൾട്ട് നോക്കുക. 1 divided by s square plus a square ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/a into sin 80 ആണ്. ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമുക്ക് എക്ക് പകരം എന്താണ്? s square plus a square ആണ്. Here a square is 4, so a is equal to 2. So replace a by 2 here. 1 divided by s square plus a square. s square plus 4 is equal to 1/2 into sin 2t. So which is equal to sin 2t. You can cancel 2 and 1/2. So this is the answer of t into f of t. പക്ഷെ നമുക്ക് വേണ്ടത് t into f of t യുടെ വാല്യൂ അല്ല, നമുക്ക് വേണ്ടത് f of t യുടെ വാല്യൂ ആണ്. f of t യുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലത്തിന് ആൻസർ ആയി. സോ ഹൗ ഡു യു ഫൈൻഡ് ദി വാല്യൂ ഓഫ് f of t? f of t യുടെ വാല്യൂ ഇടാൻ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും t കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയുക. Therefore f of t is equal to sin 2t divided by t. ഈ ആൻസർ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആൻസർ നമുക്ക് ഇവിടെ f of t ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ പ്രോബ്ലം ആൻസർ ആകും. സോ f of t is equal to, just replace f of t is equal to sin 2t by t. That is the answer. ഇപ്പൊ നമുക്ക് ടാൻ ഇൻവേഴ്സോ കോട്ട് ഇൻവേഴ്സോ അല്ലെങ്കിൽ ലോഗരിതമിക് ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ടെക്നിക്ക് ഇതാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം എന്താണെന്ന് അറിയാമെങ്കിൽ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്തായിരിക്കും, അതിന്റെ ട്രാൻസ്ഫോം എന്തായിരിക്കും, ആ റിസൾട്ട് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Finally, inverse Laplace transform of cot inverse s plus 1. Cot inverse s plus 1. Cot inverse s plus 1 inverse കാണാനാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം അതിന്റെ ആൻസർ ടിയിലുള്ള ഒരു ടേം ആയിരിക്കാം. ടിയിലുള്ള ടേം ഏതാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് തൽക്കാലം ആൻസറിനെ എഫ് ഓഫ് ടി എന്ന് വിളിക്കുക. എഫ് ഓഫ് ടി. So assume that inverse Laplace transform of cot inverse of s plus 1 is a function of t. We will call it as f of t. ഇനി എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ബിഫോർ ദാറ്റ് ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം.
Laplace transform of inverse Laplace transform of cot inverse s plus 1 is equal to Laplace transform f of t. Left hand side direct transform inverse Laplace transform simultaneous ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം ഐഡന്റിറ്റി ഓപ്പറേഷൻ ആണ്. രണ്ടും ക്യാൻസൽ ചെയ്യാം. സോ cot inverse s plus 1 is equal to L of f of t. That is Laplace transform of f of t is equal to cot inverse s plus 1. f of t യുടെ ട്രാൻസ്ഫോം എന്ത് കിട്ടി? അങ്ങനെയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ബൈ t എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണ്. വാട്ട് ഈസ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t into f of t? Which is equal to multiplication by t എന്താണ്? -1 into d by ds of Laplace transform of f of t എന്നാണ്. f of t യുടെ ട്രാൻസ്ഫോമിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, -1 മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് കിട്ടുന്നത് t into f of t യുടെ ട്രാൻസ്ഫോം ആയിരിക്കും. So this is equal to -1 into d by ds of what is Laplace transform f of t? Laplace transform f of t എന്ന് പറയുന്നത് cot inverse of s plus 1 ആണ്. Which is equal to Laplace transform of t into f of t is equal to -1 into what is the derivative of cot inverse s plus 1? Trigonometric function derivative ആണ് d by dx of cot inverse x is equal to -1 divided by 1 plus x square എന്നാണ്. cot inverse x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1 divided by 1 plus x square. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് cot inverse s plus 1? ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ആദ്യം cot inverse ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഴുതുക. ദാറ്റ് ഈസ് -1 divided by 1 plus s plus 1 the whole square. -1 divided by 1 plus വേരിയബിളിന്റെ സ്ക്വയർ. ഇവിടെ വേരിയബിൾ x ആണ്, അതുകൊണ്ടാണ് x സ്ക്വയർ വന്നിരിക്കുന്നത്. ഇവിടെ വേരിയബിളിന്റെ സ്ഥാനത്ത് s plus 1 ആണ്, അതുകൊണ്ട് s plus 1 സ്ക്വയർ, വേരിയബിളിന്റെ സ്ക്വയർ. ദിസ് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് cot inverse. ഇനി ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. ഒരു മൾട്ടിപ്ലയർ ഉണ്ട്. എന്താണ് മൾട്ടിപ്ലയർ? cot inverse കൂടാതെ ഒരു ഓൾജിബ്രാക് എക്സ്പ്രഷൻ കൂടി ഉണ്ട്. ഓൾജിബ്രാക് എക്സ്പ്രഷൻ s plus 1 ആണ്. ആ s plus 1 ന്റെ ഡെറിവേറ്റീവ് എന്താണ്? s ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു s. s ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു s is 1 plus 1 ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു s 0. So the multiplier is 1. So final answer is -1 divided by 1 plus s plus 1 the whole square. So derivative of cot inverse s plus 1 is equal to -1 divided by 1 plus s plus 1 the whole square. After simplification, minus into minus plus, you will get 1 divided by 1 plus s plus 1 the whole square. So we got the Laplace transform of t into f of t. Now taking the inverse Laplace transforms on both sides, you will get t into f of t is equal to L inverse of 1 divided by 1 plus s plus 1 the whole square, which is equal to നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തതാണ് 1 divided by 1 plus s square എന്നായിരുന്നെങ്കിൽ നമുക്ക് ബേസിക് റിസൾട്ട്സ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. 1 divided by s square plus a square എന്നോ s square minus a square എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ബേസിക് റിസൾട്ട്സ് ഉണ്ട്. പക്ഷെ ഇവിടെ എസിന്റെ ടേംസിലല്ല ഡിനോമിനേറ്റർ ഉള്ളത്, മറിച്ച് s plus 1 ടേംസിലാണ്. എസിന്റെ ടേംസിലായിരുന്നുവെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിക്കായിരുന്നു. പക്ഷെ ഇവിടെ എസിന്റെ ടേംസ് അല്ല, s plus 1 ടേംസ് ആണ്. എസിന് പകരം s plus 1 എന്നോ s plus a എന്നോ s minus a എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഷിഫ്റ്റിംഗ് തിയറം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഷിഫ്റ്റിംഗ് തിയറം ഉപയോഗിച്ചുള്ള പ്രോബ്ലം ആണ് നമുക്ക് ഇത് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് ഫംഗ്ഷൻ ഓഫ് s ഒന്നും അല്ല, s plus 1 ടേംസിലാണ്. അതുകൊണ്ട് s plus 1 f bar of s plus 1 എന്ന് ഇതിനെ മാറ്റി എഴുതാം. ഡിനോമിനേറ്ററിൽ എസിന്റെ ടേംസിലല്ല, s plus 1 ടേംസിലാണ്. ഇത് മുഴുവനോടെ നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ we can say that the term inside the bracket is a function of s plus 1. So where f bar of s plus 1 is equal to ഈ 1 divided by 1 plus s plus 1 whole square നെ മുഴുവനോടെയാണ് നമ്മൾ f bar of s plus 1 എന്ന് വിളിച്ചിരിക്കുക. 1 divided by 1 plus s plus 1 whole square. അങ്ങനെയാണെങ്കിൽ what will be the value of f bar of s? f bar of s plus 1 ൽ നിന്ന് എങ്ങനെ f bar of s ന്റെ വാല്യൂ കണ്ടെത്താം? എവിടെയെങ്കിലും s plus 1 ഉണ്ടോ? s plus 1 ഉണ്ടോ? അതിന് പകരം s കൊടുക്കുക. സോ ജസ്റ്റ് റീപ്ലേസ് s plus 1 by s. s plus 1 സ്ഥാനത്ത് s കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ്
f bar of s from f bar of s plus 1. So this is equal to 1 divided by 1 plus s plus 1 in the സ്ഥാനത്ത് കൊടുക്കേണ്ടത് s ആണ്. So s plus 1 the whole square becomes s square. So f bar of s plus 1 ൽ നിന്ന് f bar of s ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതാണ് 1 by 1 plus s square. Therefore what is f of t? f of t എന്ന് പറയുന്നത് L inverse of f bar s ആണ്. L inverse of f bar s എന്ന് പറയുന്നത് ഏതാണ്? What is inverse of 1 by 1 plus s square? It is equal to using standard result, that is sin t. f of t യുടെ വാല്യൂ നമുക്ക് കിട്ടി. So അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം. What is the inverse of f bar of s plus 1? നമുക്ക് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ്. L inverse of f bar of s minus a is equal to e raised to at into f of t എന്നാണ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f bar of s plus 1 വാല്യൂ എന്തായിരിക്കും? f bar of s plus 1 s minus a യുടെ സ്ഥാനത്ത് ഇവിടെ s plus 1 ആണ്. s minus a യുടെ സ്ഥാനത്ത് s plus 1 ആണ്. അങ്ങനെയാണെങ്കിൽ a യുടെ വാല്യൂ എന്തായിരിക്കും? a യുടെ വാല്യൂ എക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് s minus s plus 1 ആയിട്ട് വരിക? a യുടെ വാല്യൂ -1 ആയിരിക്കണം. a യുടെ വാല്യൂ -1. So this is equal to e raised to minus a യുടെ വാല്യൂ -1 ആണ്. e raised to -1 into t into f of t. So this is the value of e raised to minus t into f of t. But this is equal to e raised to minus t into f of t യുടെ ആൻസർ നമുക്ക് കിട്ടിയത് sin t എന്നാണ്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഏതിന്റെ ആൻസർ ആണ്? ലാപ്ലേസ് t into f of t യുടെ ആൻസർ ആണ്. t into f of t യുടെ ആൻസർ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് e raised to minus t into sin t. Therefore, what will be the value of f of t? f of t is equal to e raised to minus t into sin t, the whole divided by t. t കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ കിട്ടിയ ഈ f of t യുടെ ആൻസർ ആണ് നമുക്ക് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. f of t is equal to e raised to minus t into sin t divided by t. Therefore, L inverse of cot inverse s plus 1 is equal to e raised to minus t into sin t divided by t. നമുക്ക് ഒരു ലോഗരിതമിക് ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു നോക്കാം. ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് s minus a divided by s minus b. കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ രണ്ട് പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഇതിന്റെ ആൻസറിനെ നമുക്ക് f of t എന്ന് വിളിക്കാം. f of t. Mark it as equation number 1. Now taking the Laplace transform on both sides, you'll get Laplace transform of L inverse of s minus a divided by s minus b is equal to Laplace transform of f of t. സിംപ്ലിഫൈ ചെയ്യുക. ട്രാൻസ്ഫോമും ഇൻവേഴ്സും കൂടെ സൈമൾട്ടേനിയസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു s minus a divided by s minus b which is equal to Laplace transform of f of t. That is Laplace transform of f of t is equal to s minus a divided by log of s minus a divided by s minus b എന്നാണ്. ലോഗരിതമിക് ഫംഗ്ഷൻ ഉള്ള ഒരു പ്രോബ്ലം ആണ്. Inverse Laplace transform of log of s minus a by s minus b ആണ് കണ്ടുപിടിക്കേണ്ടത്. So assume that the answer is f of t. Now taking Laplace transform on both sides, you will get L inverse of log of L of L inverse of log of s minus a by s minus b is equal to L of f of t. Cancel ചെയ്യുക. Log of s minus a by s minus b is equal to L of f of t. Therefore, L of interchange ചെയ്യുക. Right hand side left hand side interchange ചെയ്യുക. You will get L of f of t is equal to log of s minus a by s minus b which is equal to നമുക്കൊരു ലോഗരിതമിക് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, log a by b is equal to log a minus log b എന്നാണ്. ലോഗരിതമിക് ഫംഗ്ഷന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. അത് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് log s minus a minus log s minus b. So that is therefore Laplace transform f of t is equal to log s minus a
minus log s minus b. അങ്ങനെയാണെങ്കിൽ what is the value of Laplace transform of t into f of t? Multiplication by t, which is equal to minus 1 into d by ds of Laplace transform of f of t. Laplace transform f of t എന്താണെന്ന് അറിയാമെങ്കിൽ Laplace transform of t into f of t യുടെ ആൻസർ കണ്ടെത്താനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. This is equal to minus 1 into d by ds of, substitute the value of Laplace transform f of t. Laplace transform f of t is log s minus a minus log s minus b, which is equal to minus 1 into, what is the derivative of logarithmic function? Derivative of logarithmic function is 1 divided by എന്നാണ്. Log x ന്റെ ഡെറിവേറ്റീവ് 1 by x ആണ്. So log s minus a ഡെറിവേറ്റീവ് 1 divided by s minus a. ലോഗരിതമിക് ഫംഗ്ഷന്റെ ഇനി മൾട്ടിപ്ലയർ എന്താണ്? മൾട്ടിപ്ലയർ s minus a യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു s. s minus a യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു s 1 ആണ്. മൈനസ് ഇവിടെയും നമ്മുടെ ചെയിൻ റൂൾ ഉപയോഗിക്കുക. ആദ്യം ലോഗരിതമിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, അതിനുശേഷം ബ്രാക്കറ്റിലുള്ള ഓൾജിബ്രായിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു s, ദാറ്റ് ഈസ് 1. സോ ആൻസർ ഈസ് മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്താൽ 1 by s minus b minus 1 by s minus a. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. So this is the value of Laplace transform of t into f of t. Laplace transform of t into f of t is equal to 1 by s minus b minus 1 by s minus a. Now taking inverse Laplace transforms on both sides, you will get t into f of t is equal to L inverse of 1 by s minus b minus 1 by s minus a, which is equal to right hand side linearity property apply ചെയ്യുക. Inverse Laplace transform of 1 by s minus b എന്ന് പറയുന്നത് e raised to bt ആണ്, minus L inverse of 1 by s minus a, that is e raised to at. Therefore, what is the value of f of t? F of t is equal to divide throughout by t, you will get e raised to bt minus e raised to at divided by t. ഈ f of t യുടെ വാല്യൂ ആണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. So the inverse Laplace transform of f of log of s minus a by s minus b is equal to e raised to bt minus e raised to at divided by t.